ഓക്കെ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രാവിലെ യൂറോ യു എസ് ഡിയിൽ ഒരു ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ട്രേഡിന്റെ അവസ്ഥ ഇപ്പം എന്താണ്? അത് താന്നോ അതോ സ്റ്റോപ്പ് ലോസ് അടിച്ചോ എന്താ അവസ്ഥ എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോവാണ്. സോ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ചാർട്ടിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾക്ക് ചാർട്ടിൽ കാണാൻ പറ്റും. ചാർട്ടിൽ നമ്മളിപ്പോൾ ഇട്ടതിൽ വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. ഓക്കെ, ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ ഈ ട്രേഡ് ഇട്ടിട്ട് നമ്മൾ 1:45 2 മണിക്ക് ന്യൂസ് ഉണ്ടായിരുന്നു. സോ ഇത് ന്യൂസ് വരുന്ന ടൈമിൽ നമ്മൾ ചാർട്ട് ഏകദേശം ഈ ഒരു ക്യാൻഡിൽ ഫില്ലായിട്ട് നിൽക്കുകയായിരുന്നു. ഓക്കെ, ആ ന്യൂസ് വന്നതോടെ അത് മുകളിലേക്ക് പൊന്താനാണ് ന്യൂസ് സഹായിച്ചത്. അതായത് സഹായിച്ചതല്ല, നമുക്ക് പണി തന്നത്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്തു? ഈ ഒരു ഹൈ ഉണ്ടല്ലോ, ഇവിടെ കാണുന്ന ഈ ഒരു ഹൈ കയറിയെടുത്തു. അതായത് അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇത് ഇറങ്ങിയത്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ എപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ഇവിടെ വെക്കണം എന്ന്. അതായത് പ്രീവിയസ് ഹൈൻ്റെ ഇതിൽ വെക്കണം എന്ന്. ഇവിടെ വെച്ചിട്ടുള്ളവർക്ക് അത് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവില്ല. അതായത് നമ്മുടെ റീടെസ്റ്റിന്റെ ഹൈയിൽ വെച്ചവർക്ക് അത് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. റീടെസ്റ്റിന്റെ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആയിരുന്നു, ഈ ഒരു ഏരോ മാർക്ക് കാണുന്നതായിരുന്നു അതിന്റെ ഹൈ. അവിടെ വെച്ചവർക്ക് ഇത് അവരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ഏകദേശം അവർ ഇടുന്നതിന്റെ എന്തായാലും ഒരു പകുതി പോയിട്ടുണ്ടാവും. ഓക്കെ, സോ ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല. ഓക്കെ, ഞാൻ അതിവിടെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും അത് ഇട്ടവരൊന്നും കറക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല, അവരൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്നാണ് തോന്നുന്നത്. കാരണം അവിടെ ലിക്വിഡിറ്റി ഭയങ്കരമായിട്ട് നിറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു? മുകളിൽ കയറി ആ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇറങ്ങിയത്. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇനി അത് ഈ ലോയിലുള്ള ലിക്വിഡിറ്റി എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അത് അങ്ങനെ തന്നെ നടന്നോളണമെന്നില്ല. സോ ഇപ്പം എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, എൻ്റെ ഫസ്റ്റ് ടാർജറ്റ് അടിച്ചു. ഓക്കെ, ആ പ്രോഫിറ്റ് ഞാൻ ക്ലോസ് ചെയ്തു 50%. എൻ്റെ ട്രേഡിൻ്റെ ഞാൻ 0.5 ആണ് ഇട്ടത്. അതിൽ ഞാൻ 2.5 ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ഞാൻ എൻ്റെ ബ്രോക്കർ അക്കൗണ്ട് കാണിച്ചു തരാം. അതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ കേട്ടോ. ട്രേഡ് ലോക്കർ. സോ പലരുള്ള ഡൗട്ട് ആയിരിക്കും, എന്തുകൊണ്ട് ട്രേഡ് ലോക്കർ ഡെമോ കാണിക്കുന്നു എന്ന്. അത് ഫണ്ടഡ് അക്കൗണ്ട് ആണ്. ഫണ്ടഡ് അക്കൗണ്ട് ആരും ഒറിജിനൽ അക്കൗണ്ട് തരില്ല. ഓക്കെ, ഫണ്ടഡ് അക്കൗണ്ട് ഡെമോ അക്കൗണ്ട് തന്നെ ആയിരിക്കും. അവരുടെ ലൈവ് അക്കൗണ്ട് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇപ്പോൾ റണ്ണിങ്ങിൽ എൻ്റെ $57 നമുക്ക് പ്രോഫിറ്റ് ആണ്. സോ ഞാൻ എൻ്റെ 0.5 ഞാൻ എത്ര ക്ലോസ് ചെയ്തു എന്ന് അറിയാം. നിങ്ങളിവിടെ കാണാൻ പറ്റും, $59 ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പെങ്കിലും $48 പോയിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ കാര്യമാക്കിയില്ല. അത് ഞാൻ തിരിച്ചെടുത്തു. ഓക്കെ, $59 എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ 50%, അതായത് 2.50 ക്ലോസ് ചെയ്തപ്പോൾ ഉള്ള പ്രോഫിറ്റാണ് എനിക്കത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. സോ ഇന്ന് $89 നമുക്ക് പ്രോഫിറ്റ് ആണ്. സോ നമുക്ക് ട്രേഡിംഗ് വീക്കെൻഡ് തിരിച്ചു വരാം. സോ ഇനി അടുത്തത് ഞാൻ നോക്കുന്നത് എൻ്റെ സെക്കൻഡ് ആണ്. ഇതിൽ വരുമ്പോൾ ഞാൻ എൻ്റെ 85%, അതായത് എനിക്കിപ്പോൾ 2.5 കൂടി ബാക്കിയുണ്ട്. ആ 2.5ൻ്റെ 50%, അതായത് ഒരു 1.3 അല്ലെങ്കിൽ 1.4, മേ ബി ചിലപ്പോൾ ഞാൻ 1 ക്ലോസ് ചെയ്യുള്ളൂ, 0.1 ക്ലോസ് ചെയ്യുള്ളൂ. അത് മേ ബി ഡിപ്പെൻസ് ആണ്. അത് മാർക്കറ്റിന്റെ ആ ഒരു നേരത്തെ ഇതായിരിക്കും. ന്യൂ ഇയർ സെക്ഷൻ ഓപ്പൺ ആവാറായി, 6 മണി 6:30 ന്യൂ ഇയർ സെക്ഷൻ ഓപ്പൺ ആവും. സോ ആ നേരം പോലെ ഇരിക്കും. ഓക്കെ, സോ എൻ്റെ ഇപ്പോൾ ട്രേഡ് ഇട്ടവർക്ക് അറിയാം, ഇത് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആകുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഇത് ഭയങ്കര വോൾട്ടാലിറ്റി ഉള്ളതുകൊണ്ട് ഒരു എന്താ പറയുക, അങ്ങോട്ട് ഇറങ്ങുന്നില്ല, അങ്ങോട്ട് കയറുന്നില്ല, ഇറങ്ങുന്നില്ല എന്നുള്ള രീതിയിൽ നിന്നു. അപ്പം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഹൈ റിസ്ക് ആണ്, നോക്കി കണ്ട് ഇട്ടാൽ മതി എന്ന്. പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് യൂസ് ചെയ്യണം. ഞാൻ 1% ആണ് റിസ്ക് മാനേജ്മെന്റ് നോക്കുന്നത്. ഓക്കെ, റിസ്ക് മാനേജ്മെന്റ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കാതെ ഞാൻ രക്ഷപ്പെട്ടു. സോ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ മാർക്കറ്റ് ഇറങ്ങിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രോപ്പറായിട്ട് ഫെബിനാച്ചി യൂസ് ചെയ്യൂ. എന്നിട്ട് നിങ്ങളുടെ എത്രയാണോ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അതിൻ്റെ അനുസരിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്നിട്ട് ക്ലോസ് ചെയ്യൂ. ഇനിയിപ്പോൾ എനിക്ക് റിട്ടേൺ തിരിച്ചു പോയാലും പ്രശ്നമില്ല, കാരണം ഇത് ഞാൻ ബ്രേക്ക് ത്രൂവിലാണ് വെച്ചിട്ടുള്ളത്. ബ്രേക്ക് ത്രൂവിലെത്തി എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായാലും എനിക്ക് ലോസ് ഇല്ല. ഞാൻ അവിടെ $4 പിന്നെയും പ്രോഫിറ്റിലാണ് വെച്ചിരിക്കുന്നത്. ടോട്ടൽ എനിക്ക് $60 ഈ ട്രേഡിൽ കിട്ടി. ഞാൻ ഓവറോൾ പ്രോഫിറ്റ് ആണ്, എനിക്കത് മതി. എനിക്ക് ഇത് അടിയിലെത്തണം, മാർക്കറ്റിനെ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിടും ഇങ്ങോട്ട് തിരിച്ചു വിടാൻ അത് നമ്മളെ കൊണ്ട് കണക്കില്ല. ചിലപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറി പോവാം, അപ് ട്രെൻഡ് ആവാം, നേരെ തിരിച്ച് മേലെ കയറി പോവാം. അപ്പോഴും ഞാൻ പ്രോഫിറ്റബിൾ ആണ്. ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും മേലെ തിരിച്ച് മേലെ കയറി പോയാലും ഞാൻ പ്രോഫിറ്റബിൾ ആണ്.
അതുകൊണ്ടാണ് ഫെബിനാച്ചി യൂസ് ചെയ്യുന്നത് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ യൂറോ USDന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും അതേപോലെ തന്നെ ടാർജറ്റ് അടിച്ചാലും ഇതിൻ്റെ ഒരു സ്പെസിഫൈഡ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ്. അതേപോലെ തന്നെ ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് നാളെ ഇടാം. ഇപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർ എടുത്തോളൂ. നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് നമുക്ക് പ്രോഫിറ്റബിൾ ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.